തൃശൂർ കുന്നംകുളത്താണ് പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPOമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കാപ്പ കേസ് പ്രതി ഗുരുവായൂർ സ്വദേശി അദീബിനെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഷവാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷവാസ്, പോലീസിനും രക്ഷയില്ല ഈ ഗുണ്ടകളെ കൊണ്ട് എന്നുള്ളതാണ് സാഹചര്യം, അല്ലേ? ഷിയാസ്, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുന്നംകുളം പോലീസ് സംഘത്തിന് നേരെ ഈ പ്രതികളുടെ ആക്രമണമുണ്ടായത്. വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബ് എന്ന യുവാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഈ പ്രതിയും സംഘവും ചീരംകുളം പാടത്തിന് സമീപം ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. ഇതേ തുടർന്ന് ഇവരെ പിടികൂടാനായി പോലീസ് സംഘം പുറപ്പെടുന്നു. കുന്നംകുളം പോലീസ് തങ്ങളെ പിടികൂടാൻ എത്തുന്നത് അറിഞ്ഞ് അത് മനസ്സിലാക്കി ഈ പ്രതിയും സംഘവും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനിടയിലാണ് പോലീസ് സംഘവും നേർക്കുനേർ ഈ പ്രതികളും വരുന്നത്. അതിനിടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഈ പോലീസ് സംഘത്തിനെ ആക്രമിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടയിൽ 2 CPOമാർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPOമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ ഈ അദീബ് എന്ന പ്രതിയെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ അദീബിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റ് സംഘാംഗങ്ങളെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് കുന്നംകുളം പോലീസ് അറിയിക്കുന്നത്. ഈ അദീബ് എന്ന് പറയുന്നയാൾ വധശ്രമം, ലഹരിക്കച്ചവടം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇയാളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളുടെ സംഘാംഗങ്ങൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി ഷബാസ്.